റെസ്റ്റോറന്റ് ബിസിനസ്സിൽ ഒരു ബിസിനസ് ഉടമ എന്നുള്ള നിലയ്ക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളായിരിക്കണം നിങ്ങളുടെ ടീമിന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ. ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവനക്കാർ നിങ്ങളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ജീവനക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിമാൻഡുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടും. ഇത് നമ്മുടെ ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ബിസിനസ് എങ്ങനെ നടക്കുന്നു, നമ്മുടെ കസ്റ്റമറെ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ സ്വീകരിക്കുന്നത്, നമ്മുടെ ബിസിനസ്സിലെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ദിനം പ്രതി വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടാവണം. ഇത് നമ്മൾ പഠിച്ചെടുക്കുക അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. ഇങ്ങനെ നമ്മുടെ അറിവുകൾ ഇല്ലാതെ നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസ്സിനെ നമുക്ക് സക്സസ് ആക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു ധാരണ കൂടി നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. എന്താണ്? ഞാൻ എല്ലാത്തിനെ കുറിച്ചും വളരെ വലിയ അറിവുള്ള വ്യക്തിയാണ് എന്നുള്ള ധാരണ നമുക്കുണ്ടാവാനും പാടില്ല. അങ്ങനെ നമുക്ക് ഓവർ കോൺഫിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പുതിയ പുതിയ ഇന്നോവേഷൻസ്, നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരേണ്ട മാറ്റങ്ങളെ കുറിച്ച് മറ്റുള്ള ആളുകൾ സജഷൻസ് തരുമ്പോൾ, നമ്മുടെ ജീവനക്കാരോ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളോ നമുക്ക് സജഷൻസ് തരുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അറിവുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു ഓവർ കോൺഫിഡന്റ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മികച്ച അറിവുണ്ടാകുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മാറുന്ന സമയത്ത് നമ്മുടെ ജീവനക്കാര് നമ്മുടെ ഒരു റോൾ മോഡലായിട്ട് സ്വീകരിക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാം. നമ്മളെല്ലാ സ്റ്റാഫ് മാനേജ്മെന്റ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൃത്യമായിട്ട് പ്രൊഡക്ടിവിറ്റി ഉള്ള ആളുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളനുസരിക്കും. ഇത് നമുക്കറിയാതെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെ വഴക്ക് പറയുകയും അവരോടൊപ്പം അവരുടെ സന്തോഷത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ പങ്കെടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ റോൾ മോഡലായിട്ടൊന്നും സ്വീകരിക്കില്ല. നമ്മൾ അവരെ റിജക്റ്റ് ചെയ്യും, അല്ലേ? അവരെ എന്ത് ചെയ്യും, വെറും ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിലേക്ക് നമ്മളെ തള്ളിവിടും അവര്. അപ്പൊ നിങ്ങൾ പറയുന്നതിന് അവിടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യില്ല. പിന്നീട് നിങ്ങൾ എന്ത് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അവർ ഒരേ രൂപത്തിലാണ് അത് എടുക്കുക. ഇത് നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യും, പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. നമ്മളെ സ്റ്റാഫിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുക, നമ്മുടെ ഓപ്പറേഷൻസിനെ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മികച്ച അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ ഒരു നല്ല ലീഡറായിട്ട് വളരാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ നല്ല ലീഡറായിട്ട് വളരുന്ന ആൾക്ക് മാത്രമേ റെസ്റ്റോറന്റ് ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. താങ്ക് യു.